ആദ്യം തന്നെ നിങ്ങൾക്ക് നല്ലൊരു ഓണം ആശംസിക്കുകയാണ്. നിങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം സഫലമാവുന്ന ഒരു ഓണമാവട്ടെ. ഇനി രാവിലെ ഇടേണ്ട വീഡിയോ ആണ് ഞാനിപ്പോൾ ഇടുന്നത്. രാവിലെ സദ്യയൊക്കെ ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു. ചാനൽ സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനി എന്തെങ്കിലും കാര്യം അറിയണമെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങളുടെ പങ്കാളിയുടെ കറൻറ്റ് ഫീലിങ്സാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ എന്താണ് അവർക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്ന് നോക്കാം. 5 സോഡ്സാണ് ആദ്യം വന്നിരിക്കുന്നത്. ലവ് കാർഡ് വന്നു. വെളിച്ചം കുറവാണല്ലേ, ലൈറ്റ് ഇട്ടിട്ടില്ല, ക്യാൻഡിലുണ്ടല്ലോ, അതുകൊണ്ടാണ്. ജഡ്ജിമെൻറ്റ് വന്നു. 4 ഓഫ് വാൻഡാണ് വന്നിരിക്കുന്നത്. 6 സോഡ്സ്, ക്യൂൻ ഓഫ് സോഡ്സ്. അപ്പോൾ ഇത്രയും കാർഡ് വെച്ചപ്പോൾ ഒരു കാർഡിൻ്റെ കുറവുണ്ട്. 4 ഓഫ് പെൻഡക്കിളാണ് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് റീഡിങ്ങിലോട്ട് പോവാം. ഇപ്പോൾ കാർഡുകളെല്ലാം കാണാൻ തുടങ്ങിയില്ലേ. ആദ്യത്തെ കാർഡ് ജെമിനി, ലിബ്ര, അക്വേറിയസ് ആണ് പറയുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ പങ്കാളിയെ കിട്ടണമെങ്കിൽ മറ്റൊരാളോടുകൂടി ഫൈറ്റ് ചെയ്യണം എന്നാണ്. അപ്പോൾ മത്സരിക്കാൻ വേറൊരാൾ കൂടി ഉണ്ട് നിങ്ങളുടെ പങ്കാളിക്ക് വേണ്ടിയിട്ട്. അവരുടെ കറൻറ്റ് ഫീലിങ്സാണ് നോക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളെ ആഗ്രഹിച്ച് മറ്റൊരാളുണ്ട് എന്ന് അവർക്കറിയാം. ഈ രണ്ടിൽ ഏതാണ് അതുപോലെ എടുക്കുക. അപ്പം നിങ്ങളെ മറ്റൊരാൾ ഇഷ്ടപ്പെടുകയാണോ, അല്ലെങ്കിൽ നിങ്ങളുടെ പങ്കാളിയെ മറ്റൊരാൾ ഇഷ്ടപ്പെടുകയാണോ, മത്സരിക്കാൻ മറ്റൊരാൾ കൂടി ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ കാണാൻ നല്ല സുന്ദരനോ സുന്ദരിയൊക്കെ ആയിരിക്കുക നിങ്ങൾ. അതുകൊണ്ടായിരിക്കാം മറഞ്ഞു നിന്ന് ആരാധിക്കുക, സ്നേഹിക്കുകയൊക്കെ ചെയ്യുന്ന മറ്റൊരാൾ കൂടി ഉണ്ട് എന്ന് ഇവിടെ വെളിവാക്കി തരുന്നത്. ഇനി പറയുന്നത് നിങ്ങളുടെ അവരും തമ്മിൽ എന്തോ ചെറിയ ആർഗ്യൂ നടന്നിട്ടുണ്ട് എന്നാണ്, വഴക്ക്. അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിലോ നിങ്ങളുടെ കുടുംബത്തിലോ ആയിരിക്കാം. ഈ പ്രണയത്തിൻ്റെ പേരിൽ നടന്ന വഴക്കിനെയാണ് ആദ്യത്തെ കാർഡ് കാണിക്കുന്നത്. ഇനി വന്നിരിക്കുന്നത് ലവ് കാർഡാണ്. നിങ്ങളോട് അവർക്കും അവരോട് നിങ്ങൾക്ക് പ്രണയമാണ്. ഇനി ഇവിടെ സോൾമേറ്റ് തന്നെയാണ് വന്നിരിക്കുന്നത്, കർമ്മയൊന്നുമല്ല, സോൾമേറ്റാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡീപ്പ് ലവാണ്. എങ്കിലും ഇടയ്ക്ക് വഴക്കൊക്കെ ഉണ്ടാവാറുണ്ട്. പ്രണയമാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതിൽ ഇടയ്ക്ക് വഴക്കുണ്ടാവുമ്പോഴാണ് ആ ബന്ധത്തിന് കൂടുതൽ അടുപ്പമുണ്ടാവുന്നത്. അതിന് വേണ്ടിയാണ് ഇടയ്ക്കുള്ള ഈ വഴക്ക്. നിങ്ങൾ മുജന്മ ബന്ധമാണ്, അത് തന്നെയാണ് ജഡ്ജ്മെൻറ്റും പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ നോ കോണ്ടാക്റ്റാണ്. 5 സോഡ്സും ജഡ്ജ്മെൻറ്റും അതാ പറയുന്നത്. ഇടയ്ക്ക് വഴക്കുണ്ടായിട്ടുണ്ട്. അത് മറ്റൊരാൾ മത്സരിക്കുന്നത് കൊണ്ടായിരിക്കാം. വേറൊരാൾ കൂടി നിങ്ങൾക്കിടയിലുണ്ട്. നിങ്ങളെയാണോ അവരെയാണോ ആഗ്രഹിക്കുന്ന മൂന്നാമത്തെ ഒരു വ്യക്തി. അത് നിങ്ങൾക്ക് അറിയാത്ത ഒരാളാണ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ഒരു സംശയം ഉണ്ടായിരിക്കാം. നിങ്ങൾക്കറിയാത്തൊരു വ്യക്തി നിങ്ങളെ ആരാധിക്കുന്നുണ്ട് എന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. അല്ലെങ്കിൽ അവർക്ക് മറ്റൊരാളുടെ സ്നേഹം കിട്ടാൻ പോകുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. എന്നാൽ യഥാർത്ഥത്തിൽ നിങ്ങൾക്കറിയില്ല നിങ്ങളെ ആരെങ്കിലും ആരാധിക്കുന്നുണ്ടോ എന്ന്. അതുപോലെ തന്നെ അവർക്കും അറിയില്ല അവരെ മറ്റൊരാൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് അവർക്കറിയില്ല. നിങ്ങൾക്കറിയുമായിരിക്കും. അങ്ങനെയാണ് ഇവിടെ പറയുന്നത്, മറഞ്ഞു നിന്ന് ആരാധിക്കുന്ന ഒരാൾ. ഇനി ജഡ്ജ്മെൻറ്റ് പറയുന്നു നിങ്ങൾ വേർപിരിഞ്ഞു എന്ന്. എന്നാൽ റീയൂണിയൻ്റെ കാർഡ് കൂടിയാണ് ജഡ്ജ്മെൻറ്റ്. വൈകാതെ തന്നെ സംസാരിക്കും. ഇത് മിക്കവാറും ഓൺലൈൻ വഴി പ്രണയിച്ചവരാണ് എന്നാണ് പറയുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുതൽ മനസ്സിലാക്കിയിട്ടില്ല. എന്നാൽ ബന്ധമൊക്കെ തീവ്രമാണ്, ഒരു മുജന്മ ബന്ധമാണ്, വിവാഹം ചെയ്യണമെന്നും ഈ ജീവിതകാലം മുഴുവൻ വേണമെന്നും ആഗ്രഹിക്കുന്നവരാണ്. കൂടുതൽ പരിചയപ്പെട്ടിട്ടില്ല എന്നാണ് 6 സോഡ്സ് പറയുന്നത്. അതിനു മുമ്പ് തന്നെ നിങ്ങൾക്കിടയിൽ പ്രശ്നം ഉണ്ടായിട്ട് അകന്നു പോയിട്ടുണ്ട്. തെറ്റിദ്ധാരണ ഉണ്ടായിരിക്കുന്ന ഈ തേർഡ് പാർട്ടിയുടെ ചിന്തയാണ്. അപ്പോൾ മറ്റൊരാളുണ്ട്. ഇനിയിപ്പോൾ ഓൺലൈനിൽ പ്രണയിക്കുന്നവരാണെങ്കിൽ അവർക്ക് കുടുംബമുണ്ടോ എന്ന് നിങ്ങൾക്ക് പേടിയുണ്ടാവും അല്ലേ. നേരിട്ട് കണ്ടിട്ടുണ്ടാവില്ല, കുടുംബത്തിൻ്റെ പരിചയമുണ്ടാവില്ല. പറയുന്നു സിംഗിളാണ് എന്ന്, പക്ഷേ അത് സത്യമാണോ എന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഇനി അവർക്ക് മറ്റാരെങ്കിലും ഉണ്ടോ എന്നുള്ള തോന്നലുണ്ടാവും. ഇതൊക്കെയാണ് 5 സോഡ്സ് തന്നതും. സംശയമുണ്ട്. ഓൺലൈൻ പ്രണയങ്ങളിൽ വില്ലനായിരിക്കുന്നത് അവർ പറയുന്ന വാക്ക് വിശ്വസിക്കാൻ പറ്റുമോ ഇല്ലേ എന്നുള്ള കാര്യമാണ്. അവർക്കൊരു ഫാമിലി ഉണ്ടെങ്കിൽ നിങ്ങളീ പ്രണയിച്ചത് വെറുതെയാവും. എന്നാൽ നിങ്ങൾക്ക് തീവ്രമായ പ്രണയമാണ്. അകന്നു പോവാനോ മാറിപ്പോവാനോ സാധിക്കാത്ത വിധം പ്രണയിക്കുന്നുണ്ട്. എങ്കിലും പേടിക്കുന്നുമുണ്ട്. അവർക്കൊരു കുടുംബമുണ്ടോ, അവരീ പറയുന്നതെല്ലാം സത്യമാണോ എന്നൊക്കെ സംശയിക്കുന്നുമുണ്ട്. അങ്ങനത്തെ ചില ആൾക്കാർ ഇവിടെ കാണുന്നുണ്ട്. 6 സോഡ്സ് എന്ന് പറഞ്ഞാൽ ഓൺലൈൻ വഴി പ്രണയം.
അല്ലെങ്കിൽ പരസ്പരം കാണാതിരിക്കുന്നവരുടെ പ്രണയം. അതൊക്കെയാണ്. ഇനി പറയുന്നത് ഫോർവാണ്ടാണ്. അപ്പോൾ ഞാൻ പറയാറുള്ളത് പോലെ മാട്രിമോണി വഴിയൊക്കെ പ്രണയിക്കുന്നവരുണ്ട്. വിവാഹം ചെയ്യാമെന്ന് വിചാരിച്ചിട്ടേ ഈ സെക്കൻഡ് മാരേജൊക്കെ ആണെങ്കിലേ ഇങ്ങനെയുള്ള ബന്ധങ്ങളാണ് കൂടുതൽ. നമ്മൾ പരസ്യം കൊടുക്കുന്നു, അതിലേക്ക് ഒരാൾ പരിചയപ്പെടാൻ വരുന്നു, അവരുടെ കാര്യങ്ങളൊക്കെ പറയുന്നു, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സുകൾ തമ്മിൽ കൈമാറുന്നു. അപ്പോഴാവും ഒരു പുതിയ സംശയം ഉടലെടുക്കുക. അവർ ഈ പറയുന്നതൊക്കെ സത്യമായിരിക്കുമോ, അവർക്ക് കുടുംബമുണ്ടാവുമോ, കള്ളത്തരമായിരിക്കുമോ, ഫേക്കായിട്ടുള്ള ധാരാളം ആൾക്കാരുണ്ടല്ലോ. ഇങ്ങനെ പേടിക്കുന്നതിനെയാണ് 5 സോഡ്സ് കാണിക്കുന്നതും ജഡ്ജ്മെൻറ്റ് അകലത്തിനെ കാണിക്കുന്നതാണ്. ഇനി 6 സോഡ്സ് അകന്ന് പോയതിനെ തന്നെ കാണിക്കുന്നതാണ്. 4 ഓഫ് വാണ്ട് നാടകം കളിക്കുകയാണോ എൻ്റെ മുന്നിൽ എന്ന സംശയമാണ്. ഈ പറയുന്നത് യഥാർത്ഥത്തിലുള്ള കാര്യങ്ങളാണോ, മറച്ചു പിടിച്ച് കള്ളങ്ങളാണോ പറയുന്നത്? നമ്മുടെ അടുത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ നേടാൻ വേണ്ടിയിട്ടാണോ? പണമോ അല്ലെങ്കിൽ ശാരീരിക സുഖമോ? ഇനിയിപ്പോൾ പരിചയപ്പെട്ടു കഴിഞ്ഞാൽ വരൂ കാണുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോവുമല്ലോ. അങ്ങനെയൊക്കെ ഉള്ളതാണോ എന്നൊക്കെ പേടിച്ചിട്ട് അകന്നു പോയവരെയാണ് കാണുന്നത്. 4 വാണ്ട് നാടകം കളിക്കുക, തരികട കാണിക്കുക എന്നൊക്കെ പേടിക്കുന്നതിനെയാണ്. മറ്റൊന്ന് പറയുന്നത് വിവാഹ നിശ്ചയം, വിവാഹം. അപ്പോൾ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞ് കണ്ടുമുട്ടിയവരാണെങ്കിൽ കല്യാണത്തിലേക്ക് പോവും എന്നാണ് പറയുന്നത്. ജഡ്ജ്മെൻറ്റ് പറയുന്നത് നിങ്ങളൊരു മുജ്ജന്മ ബന്ധമാണെന്ന്, സോൾമേറ്റ് തന്നെയാണ് എന്ന് ലവ് കാർഡ് പറയുന്നു. നിങ്ങൾ പേടിക്കുന്ന പോലെയൊന്നുമല്ല, ഇത് സത്യമായ പ്രണയമാണ് എന്ന് ലവ് കാർഡ് പറയുന്നു. എന്നാൽ നിങ്ങളുടെ മനസ്സിലാണെങ്കിൽ 100,000 പേടിയാണ്. ഇതിപ്പോൾ ഓൺലൈൻ പ്രണയത്തിൽ മാത്രമല്ല കേട്ടോ, അടുത്ത വീട്ടിലാണ് പ്രണയിക്കുന്ന ആളെയെങ്കിലും ഒരാളുടെ മനസ്സിലാണ് നമ്മൾ കയറി നോക്കുന്നത്. അവരുടെ മനസ്സിൽ നമ്മൾ മാത്രമാണോ എന്ന സംശയം ലോകം ഉണ്ടായ കാലം മുതലുള്ളതാണ്. ഇനി ലോകം അവസാനം വരെ ആ സംശയം ഉണ്ടാവും. അതാണ് 4 ഓഫ് പെൻറ്റക്കിൾ കാണിച്ചു തരുന്നത്. പൊസസീവായ പ്രണയമാണ്, കൊല്ലുന്ന പ്രണയമാണ്, അസൂയ കലർന്ന പ്രണയമാണ്, കൈവശം വെച്ചിട്ട് നിയന്ത്രിക്കുന്ന പ്രണയമാണ്. എല്ലാറ്റിനുമുപരി നിങ്ങൾക്ക് മറ്റൊരാളോട് പ്രണയമുണ്ടോ എന്ന് നിങ്ങൾക്കോ അല്ലെങ്കിൽ അവർക്കോ തോന്നുമ്പോഴാണ് 4 ഓഫ് പെൻറ്റക്കിൾ വരുന്നത്. അവർ വിചാരിക്കുകയാണ് അവരെ അല്ലാതെ നിങ്ങൾ മറ്റാരെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ എന്ന്. അപ്പോഴാണ് ഈ കാർഡ് വരുന്നത്. നിങ്ങളും വിചാരിക്കുകയാണ് അവർക്ക് മറ്റാരോടെങ്കിലും പ്രണയമുണ്ടോ എന്ന്. പ്രണയത്തിൽ ചില നെഗറ്റീവ് കാര്യങ്ങളുള്ളത്, നമ്മൾ നമ്മുടെ കയ്യിലുള്ള എന്തും മറ്റുള്ളവർക്ക് കൊടുക്കും. പണം വേണമെങ്കിൽ കടം ചോദിച്ചാൽ അവരുടെ സാഹചര്യം അനുസരിച്ച് നമ്മൾ ദാനം ചെയ്യും. വേറെ എന്ത് വേണമെങ്കിലും ചോദിച്ചാൽ കൊടുക്കും. പങ്കാളിയെ കൊടുക്കുമോ? ഇവിടെ പങ്കാളി ആഗ്രഹിക്കുന്ന ഒരാളുണ്ട് എന്നാണ് ആദ്യം തുടങ്ങിയിരിക്കുന്നത്. അതിൻ്റെ കണ്ടിന്യൂഷനായി വന്നിട്ടുള്ള കാർഡുകളാണ് മറ്റുള്ളതൊക്കെ. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ സംശയം തോന്നുകയായി, അവരെ ആരാധിക്കുന്ന സ്നേഹിക്കുന്ന ആരും ഉണ്ട്, അത് നിങ്ങൾക്ക് മനസ്സിലായി അല്ലെങ്കിൽ അവർക്ക് മനസ്സിലായി. അതോടുകൂടി മനസ്സിൻ്റെ പിടിവിട്ടു എന്ന് പറയുന്നത്. അവരിലേക്ക് പോവുമോ, അവർ കൊണ്ടുപോകുമെന്ന് തന്നെ ആയി. പിന്നെ സമാധാനമില്ലാത്ത അവസ്ഥയായി. അപ്പോൾ സമാധാനക്കേട് കൂടിയിട്ട് എന്തായെന്നറിയോ, അകന്നുപോയി. അതാണ് ഇവിടെ പറയുന്നത്. പിന്നെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ വഴക്കാവും, ബ്ലോക്ക് ചെയ്യും, ജഡ്ജ്മെൻറ്റ് വരും എന്ന് വെച്ചാൽ പിരിഞ്ഞു പോകുന്നു. അങ്ങനെയൊക്കെയുള്ള അവസ്ഥയാണ് ഇവിടെ കാണുന്നത്. എന്നെ വഞ്ചിക്കുമോ, എന്നെ വഞ്ചിച്ചുവോ, അങ്ങനെയുള്ള ചിന്തയാണ് ഇവിടെ. പ്രണയത്തിൽ എന്താ വഞ്ചന? മറ്റൊരാളുടെ കൂടെ പോവുമോ, മറ്റൊരാളെ സ്വീകരിക്കുമോ? ഇത് തന്നെയാണ് പ്രണയത്തിലെ വിഷയം. ഇനി വന്നിരിക്കുന്ന ക്യൂൻ ഓഫ് സോഡ്സ് ആണ്. അത് മനസ്സിൽ എന്തെങ്കിലും നെഗറ്റീവ് തോട്ട് ഉണ്ടെങ്കിൽ അത് കളയണം എന്നാണ്. അതിനെ വെടിപ്പാക്കണം. ഞാൻ പറഞ്ഞു നിങ്ങൾ ഒന്ന് മനസ്സിനെ ക്ലീൻ ചെയ്യൂ എന്ന് ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞു. അത് തന്നെയാണ് ക്യൂൻ ഓഫ് സോഡ്സ് തരുന്ന നിർദ്ദേശം. നിങ്ങളുടെ മനസ്സിൽ പങ്കാളിയെക്കുറിച്ച് തെറ്റായ ധാരണകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് തെറ്റാണ് എന്ന് മനസ്സിലാക്കിയ ശേഷം മാത്രം വേണം മനസ്സ് വെടിപ്പാക്കാൻ. അത് സംശയമായിട്ട് കിടക്കുകയാണ്, അത് മാറിയിട്ടില്ല, അവരുടെ ഭാഗത്തുനിന്ന് അതിനൊരു ക്ലിയറായ ഉത്തരം കിട്ടിയിട്ടില്ല എങ്കിൽ ചെയ്തിട്ട് കാര്യമില്ല. നിങ്ങളത് കണ്ടുപിടിക്കണം. അങ്ങനെ ഒന്നും ഇല്ല എന്ന് നിങ്ങളുടെ ബുദ്ധി മനസ്സിലാക്കണം. ആ സമയത്ത് ഞങ്ങൾക്ക് മനസ്സിൽ തോന്നും, ഓ ഞാൻ തെറ്റിദ്ധരിച്ചതൊക്കെ വെറുതെ ഇരുന്നല്ലോ എന്ന്. അങ്ങനെ തോന്നുമ്പോൾ നിങ്ങളുടെ മനസ്സൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുമ്പോഴാണ് ക്ലിയർ ആവുക. അതാണ് ഇവിടെ പറയുന്നത്. ജഡ്ജ്മെൻ്റ് എല്ലാ സമയത്തും വരുന്നത് പിരിയാൻ വേണ്ടി മാത്രമല്ല, നിങ്ങളുടെ കർമ്മങ്ങളുടെ ഫലം നിങ്ങൾക്ക് കിട്ടും എന്ന് പറയാൻ കൂടിയാണ് ജഡ്ജ്മെൻറ്റ് വരിക. അപ്പോൾ നിങ്ങൾ എന്താ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നത്? നിങ്ങളുടെ പങ്കാളിക്ക് വേണ്ടി സദാ നേരം ചിന്തിച്ചിരിക്കുന്നു, വേദനിക്കുന്നു, നിങ്ങളുടെ പങ്കാളിയെ നിങ്ങൾക്ക് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നു, അവരെ അങ്ങേയറ്റം സ്നേഹിക്കുന്നു, അല്ലേ? ഇതല്ലേ നിങ്ങൾ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കർമ്മഫലം കിട്ടും എന്ന് പറഞ്ഞാൽ നിങ്ങൾ അങ്ങേയറ്റം സ്നേഹിക്കുന്ന ഒരാളെ
നിങ്ങൾക്ക് തന്നെ തരും. ഇനി എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും അതൊക്കെ മാറിപ്പോയിട്ട് നിങ്ങൾക്ക് തന്നെ കിട്ടുമെന്നാണ് ജഡ്ജിമെൻറ്റ് പറയുന്നത്. അവനവൻ ചെയ്തിട്ടുള്ള എന്ത് കാര്യമാണെങ്കിലും അതിൻ്റെ കർമ്മ എന്താണോ അത് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. കാലതാമസമൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ നാളെ വരേണ്ടത് മറ്റന്നാളേക്ക് നീണ്ടുപോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ എന്താണ് ഈ കർമ്മ എന്ന് ചോദിച്ചാൽ അതിനൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരാം. നമ്മുടെ പുരാണങ്ങളിൽ കഠോപനിഷത്തിൽ ഒരു കഥയുണ്ട്. അതിൽ പറയുന്നത് ഒരു രാജാവ് അയാൾ കർമ്മം ചെയ്യുമ്പോൾ ഭരിക്കുമ്പോൾ എല്ലാ പ്രജകൾക്കും ധാരാളം ദാനങ്ങൾ ചെയ്തു. വസ്ത്രം, ആഭരണം, പശുക്കൾ, രാജ്യമല്ല അവനവന് വേണ്ട നിലങ്ങൾ, ഇനി വീട് വേണ്ടവർക്ക് വീട്, എന്താണോ അതെല്ലാം പ്രജകൾക്ക് വേണ്ടി ദാനം ചെയ്യുന്ന നല്ല ധർമ്മിഷ്ഠനായ ഒരു രാജാവായിരുന്നു. എന്നാൽ ഈ രാജാവ് ഭക്ഷണം മാത്രം ആർക്കും ദാനം ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. ഭക്ഷണം ആർക്കും കൊടുക്കില്ല. അയാൾ കഴിക്കുന്നത് ആർക്കും കൊടുക്കില്ല. സ്വന്തം ഭാര്യയ്ക്കും മക്കൾക്കാണെങ്കിലും അവനവൻ കഴിക്കുന്നതിൽ നിന്ന് എടുത്തിട്ട് ദാനം ചെയ്യില്ല. അങ്ങനെ ഇയാൾ മരിച്ചു സ്വർഗത്തിലെത്തി എന്നാണ് പറയുന്നത്. കാരണം അയാൾ ധാരാളം ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. സ്വർഗത്തിലെത്തിയപ്പോൾ അയാൾക്ക് എല്ലാ സുഖസൗകര്യങ്ങളും കൊടുത്തു ദേവന്മാർ. എന്നാൽ വിശക്കുമ്പോൾ ഭക്ഷണം മാത്രം കൊടുക്കുന്നില്ല. അപ്പോൾ ചോദിച്ചു രാജാവ്, എനിക്ക് വിശക്കുന്നുണ്ട്, ഭക്ഷണം എന്താ തരാത്തത് എന്ന് ചോദിച്ചപ്പോൾ വേഗം അവിടെ ഒരു ശവശരീരം കൊണ്ടുവന്ന് കൊടുക്കുകയാണ് രാജാവിന്. എന്നിട്ട് പറയുകയാണ്, നീ നിൻ്റെ ശരീരത്തിനല്ലാതെ വേറൊരാൾക്ക് ഭക്ഷണം ദാനം കൊടുത്തിട്ടില്ല. അപ്പോൾ നീ ഊട്ടിയിട്ടുള്ള ഈ ശരീരമാണ് നിൻ്റെ ഭക്ഷണം. അപ്പോൾ നോക്കുമ്പോൾ അത് രാജാവിൻ്റെ തന്നെ മൃതദേഹമാണ്. ഇത് നീ തിന്നണം എന്നാണ് സ്വർഗത്തു നിന്ന് ദേവന്മാർ ഇയാളോട് പറഞ്ഞത്. ഇയാൾ ആകെ അന്തം വിട്ടു നിന്നു. കാരണം നീ ചെയ്ത കർമ്മത്തിൻ്റെ ഫലമാണ് നിൻ്റെ മുമ്പിൽ ഇരിക്കുന്നത് എന്നാണ് പറയുന്നത്. അങ്ങനെ രാജാവ് സ്വന്തം ശരീരം ഭക്ഷിച്ചു തുടങ്ങി എന്നാണ് കഥയിൽ. അപ്പോൾ മനസ്സിലായില്ലേ, നിങ്ങൾ എന്താണോ ചെയ്യുന്നത് ആ കർമ്മത്തിൻ്റെ ഫലം നിങ്ങൾക്ക് തന്നെ കിട്ടും. അതാണ് ഈ ഉദാഹരണം പറഞ്ഞു തന്നത്. അപ്പോൾ കഴിയുമെങ്കിൽ മറ്റൊരാളെ വേദനിപ്പിക്കാത്ത വിധത്തിൽ നിങ്ങൾ നിങ്ങളുടെ പ്രണയം മുന്നോട്ട് കൊണ്ടുപോവുക. പ്രണയിക്കുന്നത് അങ്ങേയറ്റം നല്ലൊരു കാര്യമാണ്. പ്രണയം ഇല്ലെങ്കിൽ ഈ ലോകം തന്നെ ഇല്ല. അത് മനസ്സിലാക്കുക. നമുക്ക് ഓരോന്നിനോടുള്ള സ്നേഹത്തിനെയാണ് ഈ പ്രണയം എന്ന് പറയുന്നത്. പങ്കാളിയോടാവാം, അല്ലെങ്കിൽ മറ്റുള്ള നമ്മുടെ ചുറ്റുമുള്ള ഏതിനോടുമാവാം. അതാണ് ലോകത്തിൻ്റെ നിലനിൽപ്പ്. അതിൽ കാലുഷ്യം കലരാതിരിക്കുക. അതാണ് 4 ഓഫ് പെൻറ്റക്കിൾ പറയുന്നത്. അതിൽ കുറച്ച് കാലുഷ്യം കലർന്നിട്ടുണ്ട്. അതാണ് നിങ്ങൾക്കിടയിലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളോട് അയാൾക്കാണോ പൊസസീവായ പ്രണയം, കൊല്ലുന്ന പ്രണയം, അസൂയ കലർന്ന പ്രണയം, അതോ നിങ്ങൾക്ക് അയാളോടാണോ എന്നുള്ളത് നിങ്ങൾക്കേ അറിയുള്ളൂ. എന്തായാലും റീയൂണിയൻ ഉണ്ടാവും. അത് കാരണം ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളും അകൽച്ചയാണ്. അത് സാരമാക്കണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പോസിറ്റീവായ റീഡിങ് തന്നെയാണ്. ഇനി നമുക്ക് ഹെൽത്ത്, കരിയർ ഇതിലേക്ക് പോവാം. ഹെൽത്ത് വന്നിരിക്കുന്നത് ചുമയാണ്, ബ്രോങ്കൈറ്റിസ്, ഇസ്നോഫീലിയ, ഡസ്റ്റ് അലർജി, ഇതൊക്കെയാണ് വന്നിരിക്കുന്നത്. ത്വക്ക് രോഗങ്ങൾ വന്നിട്ടുണ്ട്. ആന്തരാവയവങ്ങളിലെ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. പ്രഗ്നൻസി പീരീഡ് വന്നിട്ടുണ്ട്. അത് നല്ലൊരു കാര്യമാണ് കേട്ടോ. ഇനി ഗർഭാശയ, അണ്ഡാശയ, സ്തന ഫൈബ്രോയിഡുകൾ വന്നിട്ടുണ്ട്. നട്ടെല്ലിന്, തണ്ടെല്ലിന്, കാലുകളുടെ എല്ലുകൾക്കൊക്കെ പൊട്ടലൊക്കെയാണ് പറയുന്നത് കേട്ടോ. തേയ്മാനൊക്കെ പറയുന്നുണ്ട്. സന്ധിവാതം പറയുന്നുണ്ട്. ബാക്ക് പെയിൻ പറയുന്നുണ്ട്. ഇനി തലവേദന, തലച്ചോറിലെ നീർക്കെട്ട്, ഇതൊക്കെയാണ് പറയുന്നത്. രക്തസ്രാവം, മൈഗ്രെയിൻ, ഇതൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഹെൽത്ത് ഇഷ്യൂ ആയി വന്നിരിക്കുന്നത്. ഇനി നമുക്ക് കരിയറിലേക്ക് പോവാം. അഡ്വക്കേറ്റ് വന്നിട്ടുണ്ട്. ചെറിയ ബിസിനസ്സുകൾ വന്നിട്ടുണ്ട്. ജ്വല്ലറി വർക്ക് വന്നിട്ടുണ്ട്. ജ്വല്ലറി വ്യാപാരം വന്നിട്ടുണ്ട്. ഗോൾഡ് സ്മിത്തൊക്കെ വന്നിട്ടുണ്ട്. ഭൂമി സംബന്ധമായ എല്ലാ ഇടപാടുകളും വന്നിട്ടുണ്ട്. എയർഫോഴ്സിലെ ജോലി വന്നിട്ടുണ്ട്. ഇനി ഗവൺമെൻറ് ജോബുകളെല്ലാം വന്നിട്ടുണ്ട്. അധ്യാപകർ വന്നിട്ടുണ്ട്. മെഡിക്കൽ രംഗം വന്നിട്ടുണ്ട്. ഭൂമി സംബന്ധമായ എല്ലാ ഇടപാടുകളും വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മാലാഖയുടെ മെസ്സേജ് നോക്കാം. കോ ഡിപ്പെൻഡൻസി എന്നാണ് വന്നിരിക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപ്പെൻഡ് ചെയ്താൽ മാത്രമാണ് മുന്നോട്ട് പോവുള്ളൂ. ന്യൂ ലവ് ആണ് വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരാളെ വല്ലാതെ ആശ്രയിക്കുന്നുണ്ട് എന്നാവും അതിൻ്റെ അർത്ഥം. ഇനി ഡിസെപ്ഷനാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ നിങ്ങളെ ഒന്ന് സ്നേഹിക്കുമോ, ഒന്ന് ഫ്രീ ആക്കി വിടുമോ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ മനസ്സിൽ ഭയങ്കര ടെൻഷനാണ്. അതാണ് 4 ഓഫ് പെൻറ്റക്കിൾ പറഞ്ഞത്.
അമിതമായിട്ട് മനസ്സിനെ അലട്ടാതിരിക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുമ്പോഴാണ് അത് പ്രണയമായി മാറുക. ഒരാൾ ഭയങ്കരമായിട്ട് പൊസസീവായിട്ട് പ്രണയിക്കാൻ തുടങ്ങി മറ്റേ ആൾക്കത് ഒരു ഉപദ്രവമായി മാറും. അങ്ങനെ ചെയ്യാതിരിക്കുക കേട്ടോ. കൊടുക്കൽ വാങ്ങലുകൾ തുല്യമാവണം. അതാണ് ബാലൻസിങ് എന്ന കാർഡും പറയുന്നത്. ഇവിടെ ന്യൂ ലവ് വന്നിട്ടുണ്ട്. പുതിയൊരു പ്രണയം ഉണ്ടോ എന്നുള്ള സംശയം മാത്രമായിരിക്കുക. ഡിസെപ്ഷൻ കാർഡും വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിങ്ങനെ വിചാരിക്കുകയാണ്, അല്ലെങ്കിൽ അവരിങ്ങനെ വിചാരിക്കുകയാണ് മറ്റൊരാളോട് പ്രണയം ഉണ്ടോയെന്ന്. അതിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് കാരണം കലഹം ഉണ്ടാവുക, അകന്നു പോവുക എല്ലാം ഉണ്ടാവും. ഇനി നമുക്ക് 2 കാർഡ് കൂടി എടുത്ത് നോക്കാം. ഇത് വളരെ സംശയം മാത്രമാണ് കണ്ടോ. ഐ ഹേറ്റ് യു എന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ മൂന്നാമതൊരു വ്യക്തി ഉണ്ട് എന്ന് പറയുമ്പോഴാണ് ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ വരുന്നത്. ഫോർഗീവ് ചെയ്യാനാണ് പറയുന്നത് കേട്ടോ. ക്ഷമിക്കുക. ഇപ്പോൾ ഡിറ്റാച്ച്മെൻറ്റാണ് കാണുന്നത്. കുറച്ച് അകന്നിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതാണ് 6 സോഡ്സ് പറയുന്നത്. എന്നാൽ റീകൺസിലേഷൻ പറയുന്നുണ്ട്, ലവ് കാർഡും ജഡ്ജ്മെൻറ്റും. അതുകൊണ്ട് അവർ വരും. മറ്റൊരാൾ ആരാധിക്കുന്നുണ്ട് എന്ന പേരിലുള്ള വഴക്കാണോ, മറ്റൊരാളെ പ്രണയിക്കുന്നുണ്ട് എന്ന പേരിലുള്ള വഴക്കാണോ എന്ന് എനിക്ക് തന്നെ കൺഫ്യൂഷനായിപ്പോൾ. 5 സോഡ്സ് പറയുന്നു നിങ്ങളറിയാതെ സ്നേഹിക്കുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന്. അതറിഞ്ഞിട്ടായിരിക്കാം പങ്കാളി വഴക്കിട്ടിട്ടുണ്ടാവുക എന്നാണ് ടാരോ പറഞ്ഞത്. എന്നാൽ ന്യൂ ലവ് എന്ന് മാലാഖ പറഞ്ഞു, പുതിയ പ്രണയത്തിലേക്ക് പോയിട്ടുണ്ട് എന്ന്. ഇനി ഐ ഹേറ്റ് യു എന്നാണ് അവസാനം എടുത്ത കാർഡ് വന്നിരിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു തേർഡ് പാർട്ടി ഉണ്ടായിട്ട് തന്നെയാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത് എന്നും പറയാൻ പറ്റില്ല. എന്തായാലും മൂന്നാമത്തെ ഒരു വ്യക്തിയുടെ പേരിലാണ് സംശയമായാലും ഉള്ളതായാലും നിങ്ങൾ അകന്നിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയുന്ന അടുത്ത് തന്നെ നിങ്ങളുടെ പങ്കാളി നിങ്ങളിലേക്ക് വരും. ഇതൊക്കെയാണ് ഇന്ന് കിട്ടിയിട്ടുള്ള റീഡിങ്. പല ആൾക്കാർ കാണുന്നതാണ്. ആരുടെ എനർജി വരിക എന്ന് പറയാൻ പറ്റില്ല. നിങ്ങളുടെ മാത്രം കാര്യം അറിയണമെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. അപ്പോൾ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ എല്ലാവരും സബ് ചെയ്യുക കേട്ടോ.